ഈ ഏത്തപ്പഴം വെച്ചിട്ടൊരു 4 മണിക്കടുത്തൊരു പലഹാരം ഉണ്ടാക്കാം. അങ്ങനെ ഏത്തപ്പഴം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ട് നമുക്കിതിനെ കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തു. അതിലേക്ക് നമുക്ക് ഒരു കുറച്ച് തേങ്ങാപ്പീര കുറച്ച് ചേർക്കാം. പിന്നെ ഇച്ചിരി ജീരകം, ഇച്ചിരി എള്ളും ഏലക്കായയും ഉപ്പും. പിന്നെ ഇനി വേണ്ടതാണ് നമുക്ക് റവ. ഇതിന് കുഴച്ച് ഉരുട്ടാൻ പാകത്തിനുള്ള റവ ചേർക്കണം. ഈ റവയാണ് ചേർക്കുന്നത്, വറുത്ത റവ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ലേശം നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി കുഴച്ചെടുക്കട്ടെ. മധുരത്തിന് ശർക്കരയാട്ടോ ചേർത്തേക്കണത്. റവ ഇട്ട് കുഴച്ച് ഒരു 10-15 മിനിറ്റ് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ പഴത്തിലെ വെള്ളം റവയിലേക്ക് കുടിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ഭയങ്കര മുറുക്കി പോവും. അപ്പോൾ ഇച്ചിരി നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് കോരിയെടുക്കാം. റവയൊക്കെ ഇട്ട് ഉരുളകളാക്കി വെച്ചു. ഇനി ഇതിനെ നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കണം. 4 മണിക്ക് പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ പിള്ളേർക്കൊക്കെ നല്ല അടിപൊളി ഒരു സ്നാക്സാണത്. ഇങ്ങനെ വറുത്ത് കോരി നല്ല സ്നാക്സാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്ക്.